UDF കേന്ദ്രങ്ങളെ പോലും ഞെട്ടിച്ച വിജയമാണ് രാഹുൽ മാങ്കൂട്ടം നേടിയെടുത്തത്. ഒട്ടേറെ രാഷ്ട്രീയ വിവാദങ്ങൾക്കും കാലുമാറ്റങ്ങൾക്കും സാക്ഷിയായ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ പാലക്കാടൻ ജനത രാഹുലിനൊപ്പം നിന്നു. കോൺഗ്രസ് നേതൃത്വത്തെ വെട്ടിലാക്കിയാണ് ഡോക്ടർ പി സരിൻ പാർട്ടി വിട്ട് CPM-ലെത്തിയത്. ഇതിനെ വലിയ രാഷ്ട്രീയ വിജയമായി CPIM കണക്കുകൂട്ടി. അതിനനുസരിച്ചുള്ള പ്രചരണ പ്രവർത്തനങ്ങളും നടത്തി. സരിനൊപ്പം യൂത്ത് കോൺഗ്രസ് നേതാവ് ഷാനിബും പോയപ്പോൾ കോൺഗ്രസ് വോട്ടുകളിൽ വിള്ളലുണ്ടാകുമെന്ന് പലരും കണക്കുകൂട്ടി. പത്തനംതിട്ടയിൽ നിന്ന് വന്ന് പാലക്കാട് മത്സരിക്കുന്ന രാഹുലിന് പാലക്കാടൻ ജനത വോട്ട് ചെയ്യില്ല എന്ന് പല രാഷ്ട്രീയ നിരീക്ഷകരും വിലയിരുത്തി. എന്നാൽ അതെല്ലാം പൊട്ടിച്ചെറിയുന്ന വിധിയെഴുത്താണ് പാലക്കാട് കണ്ടത്. തെരഞ്ഞെടുപ്പ് പ്രചരണം അവസാന ഘട്ടത്തിലേക്ക് എത്തിയപ്പോഴാണ് BJP കേന്ദ്രങ്ങളെ വെട്ടിലാക്കി സന്ദീപ് വാര്യർ കോൺഗ്രസിലേക്ക് എത്തിയത്. സന്ദീപ് വാര്യരുടെ കോൺഗ്രസ് പ്രവേശനത്തെ അനുകൂലിച്ചവരും പ്രതികൂലിച്ചവരും നിരവധിയാണ്. മുൻപ് BJP-യിലായിരുന്ന സന്ദീപ് വാര്യർ കോൺഗ്രസിനെതിരെ പറഞ്ഞ വാക്കുകൾ തിരിഞ്ഞുകൊത്തുമെന്ന് കരുതിയവർ നിരവധിയാണ്. സന്ദീപ് വാര്യർ വന്നാൽ ന്യൂനപക്ഷ വോട്ടുകൾ കോൺഗ്രസിന് നഷ്ടമാകുമെന്ന് പറഞ്ഞവർ ഇന്ന് എവിടെ പോയിരിക്കുകയാണ്. ന്യൂനപക്ഷ വോട്ടുകൾ കിട്ടുന്നതിനു വേണ്ടി തന്നെയാണ് പലനിറ പത്രപരസ്യവുമായി ഇടതുമുന്നണിയും അവസാന തെരഞ്ഞെടുപ്പ് പ്രചരണ സമയത്ത് രംഗത്ത് വന്നത്. എന്നാൽ ന്യൂനപക്ഷ വോട്ടുകൾ കോൺഗ്രസിന് കിട്ടിയെന്ന് മാത്രമല്ല, BJP-യുടെ വോട്ടുകളിലും ചോർച്ചയുണ്ടായി. BJP-ക്ക് വലിയ ഭൂരിപക്ഷമുള്ള സ്ഥലമാണ് പാലക്കാട് നഗരസഭ. എന്നാൽ പാലക്കാട് നഗരസഭയിൽ നിന്ന് മാത്രം BJP-ക്ക് 2021 ലഭിച്ചതിനേക്കാൾ 7000 വോട്ടാണ് നഷ്ടമായത്. ആദ്യ റൗണ്ട് എണ്ണിയപ്പോൾ മാത്രമാണ് BJP-ക്ക് ഭൂരിപക്ഷം നേടാനായത്. എന്നാൽ ആദ്യ റൗണ്ടിൽ തന്നെ BJP-യുടെ ഭൂരിപക്ഷത്തിൽ കുറവുണ്ടായിരുന്നു. 2021 ലഭിച്ചതിനേക്കാൾ 700-ലധികം വോട്ടുകളാണ് ആദ്യ റൗണ്ടിൽ BJP-ക്ക് നഷ്ടമായത്. ഇതിൽ 400-ഓളം വോട്ടുകൾ കോൺഗ്രസിനും 300-ഓളം വോട്ടുകൾ LDF-നും ലഭിച്ചു. ശ്രീധരൻ എന്ന വ്യക്തിക്ക് കിട്ടിയ വോട്ട് കുറച്ചാലും പിന്നെയും BJP വോട്ടുകളിൽ വിള്ളൽ വീണിട്ടുണ്ട് എന്ന് വ്യക്തമാണ്. രണ്ടാം റൗണ്ട് മുതൽ രാഹുൽ ലീഡെടുത്തു. വീണ്ടും അഞ്ചാം റൗണ്ട് ആയപ്പോൾ 1000-ഓളം വോട്ടുകളുടെ ലീഡിലേക്ക് C. കൃഷ്ണകുമാർ എത്തിയെങ്കിലും പിന്നീട് രാഹുൽ തുടർച്ചയായി ലീഡ് നില വർദ്ധിപ്പിക്കുന്നതാണ് കാണാൻ കഴിഞ്ഞത്. ഗ്രാമപ്രദേശങ്ങളിലേക്ക് കടന്നതോടെ രാഹുലിന്റെ ലീഡ് ക്രമാനുഗതമായി ഉയരുന്നതാണ് കണ്ടത്. സ്ഥാനാർത്ഥി മോഹവുമായി കോൺഗ്രസ് വിട്ട് CPM-ലെത്തിയ സരിനാകട്ടെ ഒരിക്കൽ പോലും 3-ാം സ്ഥാനത്ത് നിന്ന് 2-ാം സ്ഥാനത്തേക്ക് പോലും കയറിയില്ല. 2021 ലഭിച്ചതിനേക്കാൾ 1000-ഓളം വോട്ടുകൾ മാത്രമാണ് സരിന് അധികമായി ലഭിച്ചത്. പുതിയ വോട്ടർമാരെയും BJP-ക്ക് നഷ്ടപ്പെട്ട വോട്ടുകളിൽ കുറച്ചെങ്കിലും കിട്ടിയിട്ടുണ്ടാകുമെന്നാണ് കണക്കുകൂട്ടൽ. എന്നാൽ വലിയ ഭൂരിപക്ഷത്തിലേക്ക് രാഹുൽ ജയിച്ചു കയറുമെന്ന് ആരും കരുതിയില്ല. പാലക്കാടിന്റെ റെക്കോർഡ് ഭൂരിപക്ഷത്തിനാണ് രാഹുൽ മാങ്കൂട്ടം വിജയിച്ചു കയറിയത്. ഷാഫി പറമ്പിൽ 2016 നേടിയതിനേക്കാൾ ഭൂരിപക്ഷമാണ് രാഹുൽ നേടിയത്. രാഹുലിന്റെ വിജയത്തെ വർഗീയ വിജയമെന്ന് CPM ആരോപിക്കുമ്പോഴും എന്തുകൊണ്ട് 3-ാം സ്ഥാനത്ത് തന്നെ CPM തുടരുന്നു എന്ന ചോദ്യത്തിന് ഉത്തരം കണ്ടെത്താൻ അവർ തയ്യാറായില്ല എന്ന് തന്നെയാണ് സൂചിപ്പിക്കുന്നത്. BJP ആകട്ടെ വോട്ട് ചോർച്ചയെ ന്യായീകരിക്കാൻ പാടുപെടുകയാണ്. ഉറച്ച കോട്ടയായ പാലക്കാട് നഗരസഭയിൽ എങ്ങനെ വോട്ട് ചോർച്ചയുണ്ടായി എന്ന ചോദ്യം BJP നേതൃത്വത്തിന് തലവേദനയാകുമെന്ന് ഉറപ്പാണ്. സംസ്ഥാന നേതൃത്വത്തിന്റെ പിടിപ്പുകേടോ സ്ഥാനാർത്ഥി നിർണയത്തിലെ അപാകതയോ എന്നതാണ് പ്രസക്തമായ ചോദ്യം. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ലഭിച്ച വോട്ടുകൾ പോലും കൃഷ്ണകുമാറിന് ഇത്തവണ കിട്ടിയില്ല എന്നിടത്താണ് BJP-യുടെ തോൽവിയെ വിലയിരുത്തേണ്ടത്. എന്തൊക്കെ ന്യായീകരണങ്ങൾ നിരത്തിയാലും പാലക്കാടൻ ജനത രാഹുലിനെ ചേർത്ത് പിടിച്ചു എന്ന് വേണം കരുതാൻ.